സ്വഹാബത്ത്, താബിഈങ്ങൾ എന്നല്ല, ലോകത്തിപ്പോൾ ഈ കാലം വരെ കഴിഞ്ഞു പോയ ആരെ പരിശോധിച്ചാലും അവർ നമ്മളെ ഈ പ്രസംഗത്തിലും സംസാരത്തിലും മാത്രമായി മുഴുകുന്നത് അവർ ജീവിതത്തിൽ തന്നെ അവർ പാലിച്ച് നടന്നു എന്നുള്ളതാണ്. അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് രക്ഷപ്പെടണം എന്നുള്ളത് നമ്മളും അവരും എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷെ അവരുടെ നിലപാട് ജീവിതത്തിലെ ഏതെങ്കിലും ഒരു സെക്കൻഡ് നബി തങ്ങളെ സ്നേഹിക്കാതെ വന്നു പോകുമോ എന്നൊരു പേടി ഉണ്ടല്ലോ. അത് സ്വഹാബത്തിൽ ആരെ പരിശോധിച്ചാലും അതിൽ വലിയ സമ്പന്നരുണ്ട്, വലിയ ബിസിനസ്സുകാരുണ്ട്, വലിയ യോദ്ധാക്കളുണ്ട്, മഹാഫക്കീറുമാരുണ്ട്, അതിൽ ആണ് പെണ്ണ് വ്യത്യാസമില്ലാതെ എല്ലാവരും അവരെ ജീവിതത്തിൽ ഒരു സെക്കൻഡെങ്കിലും നബി തങ്ങളെ സ്നേഹിക്കാതെ പോകുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നു പോകുന്ന, ഓർക്കാതെ പോകുന്ന ഒരു സെക്കൻഡ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു കർശനമായ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹയാത്ത് കാലത്തും അവിടുന്ന് വഫാത്തായതിനു ശേഷം ഒക്കെ അങ്ങനെ തന്നെയാണ് കാണുന്നത്. അതിനെന്തായാലും ഒന്നാമൻ സിദ്ദീഖ് തങ്ങൾ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടി ജീവിച്ച ഒരാളല്ലേ. ഖുർആൻ പറഞ്ഞ പോലെ വല്ലാഹു റസൂലുഹു അഹഖു അൻ യുർളൂഹു ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് റബ്ബ് പറഞ്ഞല്ലോ. അള്ളാഹുവിൻ്റെ റിളയും സമ്പാദിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിളയും സമ്പാദിക്കണം. അതിനുവേണ്ടി അങ്ങ് മുഴുവൻ മാറ്റി വെച്ചില്ല. സമ്പത്തൊരു ഭാഗത്ത് പരിപൂർണമായിട്ട് ഒന്നും മറ്റൊരാൾക്ക് വേണ്ടി മാറ്റി വെച്ചില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കഅബയുടെ മുറ്റത്ത് വെച്ച് ശത്രുക്കൾ അടിച്ച് ബോധം നഷ്ടപ്പെട്ട സമയത്തും ബോധം തിരിച്ചു വന്ന ഉടനെ ഒരു ഗ്ലാസ് വെള്ളം നല്ലല്ലോ ചോദിച്ചത്, എൻ്റെ റസൂലുള്ള എവിടെയാണ് എന്ന് ചോദിച്ചല്ലോ. പിന്നെയും വെള്ളം കൊടുത്തപ്പോൾ പോരാ, എനിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടാലേ വെള്ളം ആവശ്യമുള്ളൂ എന്ന് പറയുന്ന ഒരു വല്ലാത്ത മഹബത്തുണ്ടല്ലോ. അത് ശരിക്കും പ്രകടമാണ് ഹിജ്റ യാത്രയിൽ. വല്ലാത്ത ആ സ്നേഹത്തിൻ്റെ ഒരു മൂർധന്യാവസ്ഥ. സൗകര്യങ്ങളും സംവിധാനവും ഈ സുരക്ഷിതത്വം നിറഞ്ഞു നിൽക്കുന്ന കാലത്തല്ല, അതെ അതെ, ഇത് പ്രതിസന്ധി കാലത്താണ്. ഇപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾ വലിയ കെട്ടിടത്തിനുള്ളിൽ ഇരുന്നിട്ട് വലിയ ഗേറ്റൊക്കെ അടച്ച് വീട്ടിനുള്ളിൽ ഇരുന്നിട്ട് ഉള്ള സംവിധാനം നമുക്ക് ഓർമ്മ വരുള്ളൂ. ഇപ്പോൾ ഇന്ന് രാഷ്ട്രീയ നേതാക്കന്മാർ ലോകം എന്തെല്ലാം തലകുത്തി മറിയുന്ന പോരാട്ടങ്ങൾ ഒരു രാജ്യത്തുണ്ടെങ്കിലും അവിടുത്തെ ഭരണാധികാരികൾ സുരക്ഷിതരാണ്. അല്ലെങ്കിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയിട്ട് കലാപം തുടങ്ങും. അതേസമയം ഇതങ്ങനല്ല, ഇത് പുറത്തൊക്കെ ഇറങ്ങുമ്പോഴേക്ക് പ്രശ്നങ്ങൾ, എവിടെ ചെന്നാലും പ്രശ്നങ്ങൾ. ഈ പ്രതിസന്ധി കാലത്ത് ഒപ്പം നിൽക്കാൻ കഴിയുക എന്നുള്ള. തീർച്ചയായും ഈ ഹിജ്റ പോകാൻ വേണ്ടി സമ്മതം ചോദിക്കുമ്പോൾ ഏറ്റവും കോംപ്ലിക്കേഷനുള്ള യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തന്നെ. കാരണം ശത്രുക്കളെ ടാർഗറ്റ് തന്നെ റസൂലുള്ളാഹി. അതെ, അവസരം കിട്ടിയാൽ കൊല്ലണമെന്ന് കരുതിയിരിക്കുമ്പോൾ കൂടെ വരാനുള്ള ധൈര്യം കാണിക്കുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്ന് മാത്രമല്ല, അങ്ങനെ അവസരമുണ്ട് എന്നറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയി എന്നല്ലേ. അതെ, ഈ ബദർ യുദ്ധത്തിൻ്റെ ആമുഖത്തിൽ അങ്ങനെ ചർച്ച ഉണ്ട്. ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ടെൻറ്റിന് കാവൽ നിൽക്കുക എന്ന ആലോചന വരുമ്പോൾ അതിനെ ആരും ചർച്ച ചെയ്യേണ്ടത് ഞാൻ തന്നെയാണ് എന്ന് ഒറ്റയടിക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുക്കുകയാണ്. അതൊരു ഒരു വല്ലാത്ത മഹബത്തല്ലേ. എല്ലാ ഖുലഫായിൻ്റെത് മൊത്തം ഒരു അത്ഭുതകരമായ മഹബത്താണ്. അലിയാർ തങ്ങൾ പുതപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നു കൊടുത്തില്ലേ, ഏതെങ്കിലും ശത്രു ഒന്ന് പുതപ്പടക്കം വെട്ടിയാൽ തല പോവില്ലേ. എന്തിനാ കിടക്കുന്നത്, എന്തിനാ മാറിക്കൊടുക്കുന്നത് എന്നൊക്കെ ബോധ്യമുള്ള ആളാണല്ലോ. അതെ അതെ, ഇത് അറിയാതെ സ്വകാര്യമായിട്ട് ഞാൻ ഇപ്പോൾ വരവ് കിടക്കുമെന്ന് പറഞ്ഞു പോകല്ല. അതെ അതെ, സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെയാണ്. മദീന പള്ളി വികസിപ്പിക്കാൻ നേരത്തെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ അങ്ങനെ ഒരു പണി ചെയ്തിട്ടുണ്ട്. പള്ളി വികസിപ്പിക്കുന്ന ചർച്ച പള്ളിയുടെ അകത്ത് നടക്കുകയാണ്. അപ്പോൾ ആരാണ് ഇനി പള്ളിയിലേക്കുള്ള സ്ഥലം വാങ്ങി വഖഫ് ചെയ്യുക എന്ന് ചർച്ച ചെയ്യുമ്പോൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചു, അവർ പള്ളിയിൽ എത്തിയിട്ടില്ല, അവർ പുറത്തെത്തിയിട്ടുള്ളൂ. ഇതാരെങ്കിലും ഏറ്റെടുത്ത ചാൻസ് പോയില്ലേ. അപ്പോൾ അവർ പുറത്തു കൂടെ പോയിട്ട് ആളെ കണ്ട് സ്ഥലം വാങ്ങി വേഗം ഓടി വന്ന് റസൂൽ സംഗതി റെഡിയാന്ന് പറയും. എന്തൊരു മഹബത്താണ്. അന്ന് എത്രയാണോ ജൂതം ചോദിച്ചത് അത് മുഴുവൻ അങ്ങ് കൊടുക്കുക ചെയ്ത്. കാരണം കാത്തിരിക്കാൻ സമയമല്ല, ഇവിടെ ആരും ഏറ്റെടുക്കാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തൃപ്തിപ്പെടുത്താൻ, സന്തോഷിപ്പിക്കാൻ, റസൂലുള്ളാഹിൻ്റെ ഒരു റിള ലഭിക്കാൻ എല്ലാം ചിലവഴിച്ചു. റസൂലുള്ളാഹിൻ്റെ കൽവിൽ ഒരു സീറ്റ് ഇങ്ങനെ കിട്ടിയാൽ പിന്നെ രക്ഷപ്പെട്ടല്ലോ. വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ് എന്നല്ലേ. അവിടുത്തെ ഇഷ്ടം പഠിച്ചവൻ്റെ ഇഷ്ടമല്ലേ. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്ത് കേൾക്കുമ്പോൾ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ റസൂൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പിന്നെ എണീറ്റ് നിന്ന് പ്രസംഗിച്ച് എല്ലാവരെയും ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ചരിത്രം
അല്ലേ വാളെടുത്തിട്ട് റസൂലുള്ളാഹിന്റെ വഫാത്ത് പറഞ്ഞ ആളെ തല ഞാൻ വിട്ടെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവര് കണ്ണേ വേണ്ടെന്ന് പറഞ്ഞ സ്വഹാബത്ത്. അല്ലാഹുമ്മ അമി ബസരി. അവിടെ നാട് വിട്ടുപോയ ആൾക്കാരുണ്ട്. നാട് വിട്ടുപോയ ആളുകൾ, നാട്ടിൽ നിന്ന് പിന്നെ ഒരിക്കലും പുറത്തു പോകാത്ത ആളുകൾ, രണ്ടും മഹബത്താണ്. ചിലർക്ക് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാത്ത മദീന കാണാൻ കഴിയുന്നില്ല, ചിലർക്ക് മദീനയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ കഴിയുന്നില്ല. സ്നേഹം വല്ലാത്തൊരു അത്ഭുതമാണ്. ഓരോ സ്വഹാബത്തിൻ്റെതും അത്ഭുതമാണ്. ഈ ഉഹദിൽ ശരിക്കും ആ സ്നേഹത്തിൻ്റെ ഒരു ഏറ്റവും ടോപ്പ് രംഗം കാണുന്ന സമയമാണല്ലോ. ഈ 3000 ശത്രുക്കളൊരു ഭാഗത്ത്, 12 സ്വഹാബത്ത് മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റുഭാഗത്തുള്ളൊരു സ്നേഹം. അതെ അതെ, അതിലിങ്ങനെ അമ്പിങ്ങനെ വരുമ്പോൾ ഓരോരുത്തരും നെഞ്ച് കാണിച്ചു കൊടുക്കണം. അവരിങ്ങനെ ഷഹീദായി വീഴാണ്. അപ്പോൾ അടുത്ത ആൾക്കാർ ഇനി ഞാൻ വന്നാൽ ഞാൻ ഷഹീദാവാൻ പോകുന്നത്, എന്നാൽ അവർ മാറി നിൽക്കില്ല. അവർ ഇഷ്ടത്തോടെ വന്ന് നിൽക്കുകയാണ്. കാരണം അവർ സംരക്ഷിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയാണ്. അതാണല്ലോ ശരിക്കുള്ള സ്നേഹം. അന്നല്ല ബാക്കിൽ അബൂ ദുജാന റളിയല്ലാഹു അൻഹു തറസ അബൂ ദുജാന എന്ന ഹദീസിലാണ് പരിചയമായി നിന്നു. ഇങ്ങനെ ബാക്കിൽ നിന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ബാക്കിൽ പുറത്ത് വന്ന് അങ്ങനെ അമ്പ് പതിയാണ്. വഹുവ യതഹറകു, അനങ്ങാൻ പോലും തയ്യാറായില്ല. കാരണം അനങ്ങിയാൽ പിന്നെ പതിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലാണ്. ഒരു ഭാഗത്ത് അബൂ ദുജാന റളിയല്ലാഹു അൻഹു, മുന്നിൽ ത്വലഹാ തങ്ങൾ ഇങ്ങനെ നെഞ്ചും വിരിച്ചിട്ട് നഹരി ദൂന നഹരിക്, നബി എൻ്റെ നെഞ്ചുവിടെയുണ്ട്, ബാക്കിലേക്കൊന്നും വരൂലേ എന്ന് വിളിച്ചു പറഞ്ഞ് അമ്പിനെ സ്വീകരിക്കുകയാണ്. അപ്പോൾ ശരീരത്തിൽ ഇങ്ങനെ അമ്പ് പതിയുമ്പോഴും അവർക്ക് സന്തോഷം, ഞാൻ എൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയാണല്ലോ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നത് എന്ന വല്ലാത്ത സന്തോഷവും. ഇതായിരുന്നല്ലോ മഹബത്തിൻ്റെ വല്ലാത്ത തലാണ് അവരുടേതൊക്കെ. റസൂലുള്ളാഹിന്റെ മുൻപല്ല് പൊട്ടിയപ്പോൾ പല്ലുകൾ വേണ്ടെന്ന് പറഞ്ഞ സ്വഹാബത്ത്. റസൂൽ വഫാത്തായപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു മദീന വിട്ട് പോയി. റസൂലില്ലാത്ത മദീനയിൽ ഇനി വേണ്ടെന്ന്. പിന്നീട് ഉമർ റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ് തിരിച്ചു വരുന്നത്. പിന്നെ ബാങ്ക് കൊടുക്കാൻ പറഞ്ഞപ്പോൾ ബാങ്ക് പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. പക്ഷെ ബോധരഹിതനായിട്ട് വീഴുകയാണ്. ഇത് സ്വഹാബത്തിൻ്റെ അനക്കവും അടക്കവും മുഴുവനും ഇത് മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും ഇവരൊന്നുമില്ലെങ്കിലും അള്ളാഹുവിന് വേറെ വഴികളും അറിയാം, അള്ളാഹ്ക്ക് കഴിയാത്തതുകൊണ്ടൊന്നല്ല. പക്ഷെ ഇവർ ദുനിയാവിൽ ഞങ്ങൾക്കൊരു സുഖവും ഞങ്ങൾക്ക് വേണ്ട, നമുക്ക് വേണ്ട സുഖം മുഴുവനും ആഖിറത്തിലാണ് എന്ന് തീരുമാനിച്ച ഒരു വിഭാഗം ആളുകൾ. അവർക്ക് ദുനിയാവും ആഖിറവും ശരിക്കും മനസ്സിലായിട്ടുണ്ട്. ഇവിടെ തന്നെ നല്ല സുഖം വേണം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ കുറച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പക്ഷെ ആ ചിന്ത അവർക്ക് വന്നിട്ടില്ല. പിന്നെ അതിനപ്പുറം അവരാഗ്രഹിച്ചത് അള്ളാഹു സാധിപ്പിച്ചു കൊടുക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയണം. മുത്തുനബിക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കാഴ്ച, എൻ്റെ കേൾവി, എൻ്റെ ബുദ്ധി, എൻ്റെ ശരീരം, എൻ്റെ സമയം, എൻ്റെ സമ്പത്ത്, ഞാൻ എന്ത് ചെയ്തു എന്നുള്ള ഒരു ഹിസാബിനെയാണ് അവർ. നമ്മളിപ്പോൾ ഹിസാബ് എന്ന് പറയുമ്പോഴേക്ക് നമ്മളെ സമ്പത്ത് എങ്ങനെ വന്നു, സമ്പത്ത് എങ്ങനെ പോയി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു കണക്കൂട്ടൽ വേറെ ഉണ്ടാവും. ഇതാണ് നമ്മുടെ ഹിസാബ്. പക്ഷേ എൻ്റെ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നബിത്തങ്ങൾക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു എന്നുള്ളൊരു ഹിസാബ് വരുമല്ലോ എന്നുള്ള ചിന്തയിലാണ് അവർ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുന്നത്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യുദ്ധമുഖത്ത് മാത്രമല്ല, ഈ പ്രബോധന മേഖലയിൽ എന്തെല്ലാം തരണം ചെയ്യേണ്ട സാഹചര്യങ്ങൾ അവിടെ മാത്രമല്ല, എവിടെ നോക്കുകയാണെങ്കിലും അത് അവിടെ നിന്നൊക്കെ മാറി. ഇപ്പം നമ്മളെ കാലത്താണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ വരുന്ന ആക്ഷേപങ്ങൾ, വിമർശനങ്ങൾ, ഇതിനെ തരണം ചെയ്യേണ്ടത് എങ്ങനെയാണ്, കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെയാണ്, അവിടെ നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റും നമ്മുടെ സുഖങ്ങളും നമ്മുടെ സൗകര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ സ്വഹാബത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ, സ്വഹാബത്തിനെ പിൻപറ്റുക, സ്വഹാബത്തിൻ്റെ മാതൃകയാണ്, അതാണ് നമ്മുടെ ജീവിതം. മാൻ അലൈഹി വ സുഹാബി, മുസ്തഖീമായ വഴി എന്നൊക്കെ പറയുന്ന ആ വഴിയിൽ കാണുന്നത് നബിത്തങ്ങളെ തൃപ്തിപ്പെടുത്താൻ, നബിത്തങ്ങളെ സംരക്ഷിക്കുക തന്നെയാണ്. അതിനാണ് എല്ലാ കാലത്തും ആവശ്യമുള്ളത്. അതിൽ അതിന് സമാനമായൊരു സംഭവമുണ്ട്. സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ യുദ്ധം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിക്കുന്നുണ്ട്, ഇവിടെയാണ് സഅദ് ഇബ്നു റബീഅ. എന്നിട്ട് സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ പോയി സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ തിരയണം. ഇൻ റഅയ്തഹു ഫഖ്രിഹു മിന്നി സലാം, അഥവാ കണ്ടാൽ ഉടനെ എൻ്റെ ഒരു സലാം പറയണം. എന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് ഞാൻ ചോദിച്ചു എന്ന് പറയണം. അങ്ങനെ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഇങ്ങനെ പോയി നോക്കുമ്പോൾ 70ഓളം വെട്ടേറ്റ് ഷഹീദാവാൻ കാത്തിരിക്കുന്ന സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം കിട്ടിയെന്ന് അറിഞ്ഞതോടെ അവർക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം ജീവിതത്തിൻ്റെ അവസാന നിമിഷമാണ്, സക്കറാത്താണ്, ഇനിയൊരു സമയം ഇവിടെ ഇല്ല എന്നറിയാം.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചിട്ടുണ്ടല്ലോ എന്താണ് നിലവിലെ അവസ്ഥ എന്ന്. അതിന് മറുപടി പറഞ്ഞു, യാ റസൂലല്ലാഹ് അജിദു റീഹൽ ജന്ന, ഞാനിങ്ങനെ സ്വർഗത്തിൻ്റെ സുഗന്ധം അനുഭവിച്ചിരിക്കുക റസൂലേന്ന്. എന്നിട്ട് ബഹുമാനപ്പെട്ട സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങൾ എൻ്റെ ജനങ്ങളോട് പോയി പറയേണ്ട ഒരു കാര്യമുണ്ട്. വഖുല്ലി ഖൗമിയൽ അൻസാർ, ഇവർ അൻസാരിയായ സ്വഹാബി ആയതുകൊണ്ട് തന്നെ എൻ്റെ അൻസാരികളോട് പറയണം, ലാ ഉസ്റ ലക്കും ഇൻദല്ലാഹ്. വല്ലാത്തൊരു പ്രയോഗമായിരുന്നു അവിടെ നടത്തിയത്. നിങ്ങൾക്ക് ജീവൻ്റെ ഒരു അംശം ഉണ്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വല്ല ബുദ്ധിമുട്ടും വന്നാൽ നിങ്ങൾക്ക് അള്ളാഹിൻ്റെ മുമ്പിൽ ഒരു ഉസ്റും പറയാനില്ല എന്നിങ്ങനെ റൂഹ് പോകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങൾ സംരക്ഷിക്കണേ എന്ന് പറഞ്ഞ് അങ്ങ് വഫാത്താവുക ചെയ്ത്. പിന്നെ സംസാരിച്ചില്ല എന്ന്, പിന്നെ അങ്ങ് വഫാത്തേ ഉള്ളൂ. സ്വഹാബത്ത് അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നേരെ ഒന്നും വരാൻ അവരനുവദിച്ചിരുന്നില്ല. നമ്മളിന്ന് എത്രയോ വിമർശനങ്ങൾ കേട്ടാലും എനിക്കതിലൊന്നും ഉത്തരവാദിത്തമല്ല, ഞാനതൊന്നും ശ്രദ്ധിക്കേണ്ടിയല്ല എന്നാലോചിക്കുന്നൊരു കാലത്തേക്ക് മാറുകയാണ്. സ്വഹാബത്തിൽ ഒരാളുണ്ടെങ്കിൽ ഈ കാലം ഇങ്ങനെയാകുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കാൻ പോയിട്ട് ചെറുതായൊന്ന് വേദനിപ്പിക്കാൻ പോലും സ്വഹാബത്ത് അനുവദിച്ചിട്ടില്ലല്ലോ. വേദനിപ്പിക്കുന്ന ഭാഷ ആരെങ്കിലും ഉപയോഗിച്ചാൽ ഉടനെ ഉമറുൽ ഫാറൂഖ് തങ്ങളൊക്കെ പറയൂലേ, നബി ഒരു സമ്മതം തരുമോ എന്ന് ചോദിക്കുന്ന രംഗമുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉണ്ടായ എന്തു കാര്യമാണെങ്കിലും അത് അരുതാത്തതാണ് എന്ന് ചിന്തിക്കാൻ പോലും പാടില്ല. അതെ അതെ. പിന്നെ ഒരു യാഥാർത്ഥ്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 63 വർഷത്തെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വാക്ക്, ഏതെങ്കിലും ഒരു പ്രവർത്തനം, അവിടുന്ന് കൈകാര്യം ചെയ്ത ഏതെങ്കിലും ഒരു രീതി, ഏതെങ്കിലും ഒന്ന് അനീതിയുള്ളതാണ് എന്നോ ഇനി ഏറ്റവും നല്ലതിനോട് യോജിക്കാത്തതാണ് എന്നോ തെളിയിക്കാൻ ഭൂമിക്ക് മീതെ ആകാശത്തിൻ്റെ താഴാർക്കും കഴിയൂല. ഇത്രയും സുതാര്യമാണ് ആ ജീവിതം. മൂടി വെക്കാനൊന്നുമില്ല, ഡിലീറ്റ് ചെയ്യാനൊന്നുമില്ല. ഇപ്പോൾ അറബിയിലുള്ള കിതാബ്, നമ്മളൊക്കെ കിതാബ് ഓതിയ ആളുകളായതുകൊണ്ട് നമുക്കറിയില്ല, അറബിയിലുള്ളൊരു കിതാബ് മലയാളത്തിലേക്കോ ഇംഗ്ലീഷിലേക്കോ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൻ്റെ ഇന്നാലിന്ന ഭാഗം പരിഭാഷപ്പെടുത്തേണ്ടെന്ന് ആരും പറയൂലല്ലോ. ഒളിപ്പിച്ചു വെക്കാനൊന്നുമില്ല, സുതാര്യം സത്യസന്ധമാണ്. പഠിക്കാനാണ് വഴി. അതെ അതെ. വിധങ്ങളെ പഠിക്കാനാണ് വഴി. പഠിക്കാതെ ആലോചിച്ച് കഴിഞ്ഞാൽ അത് ഒരു മതം എന്നല്ല, ഏത് മതത്തിൽപ്പെട്ടവർക്കും ഏത് വിഭാഗത്തിൽപ്പെട്ടവർക്കും പഠിക്കാൻ തയ്യാറായില്ല എങ്കിൽ തെറ്റായ ധാരണ കുറേ വരും. പഠിച്ചു കഴിഞ്ഞാലോ എല്ലാവരുടെ ധാരണയും ശരിയാവും ചെയ്യും. അതെ. അവിടുത്തെ ജീവിതത്തിൽ വിമർശിക്കപ്പെടേണ്ടത്, നേരെ ചിന്തിച്ചാൽ വിമർശിക്കപ്പെടേണ്ടത് ഒന്നുമില്ല എന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്നവരാണ് മുസ്ലിമീങ്ങളൊക്കെ.